ഇനി നോക്ക്, രോഗത്തെക്കുറിച്ച് ചെകുത്താന്റെ കാൽപ്പാടുകൾ എന്ന പുസ്തകത്തിൽ ഇവരുടെ നേതാവ് തന്നെ അബ്ദുറഹ്മാൻ ഇരുവേറ്റി പറയുന്നത് ഷെയ്ത്താൻ ഖുർആനിലുണ്ട്. ഷെയ്ത്താന്റെ ഉപദ്രവത്തെക്കുറിച്ച് അള്ളാഹുവിൽ അഭയം തേടുവാൻ ഖുർആനിൽ കൽപ്പിക്കുന്നുമുണ്ട്. ഏതാണ് ഷെയ്ത്താൻ? മനുഷ്യനെ വഴിപിഴപ്പിക്കുന്ന ഷെയ്ത്താൻ തന്നെ. ദൈവത്താൽ ശപിക്കപ്പെട്ടതും എറിഞ്ഞകറ്റപ്പെട്ടതും മനുഷ്യന്റെ പ്രത്യക്ഷ വഴിയായി മാറിയതുമായ സാക്ഷാൽ പിശാച്. മനുഷ്യനെ സന്മാർഗത്തിൽ നിന്നും അകറ്റുക, മനുഷ്യൻ ഒരിക്കൽ നഷ്ടപ്പെട്ട സ്വർഗം അവൻ തിരിച്ചു പിടിക്കുന്നത് ഇല്ലാതാക്കുക, മനുഷ്യനെ തന്റെ കൂടെ നിത്യ നരകവാസിയാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി അവൻ നമ്മുടെ മുമ്പിലൂടെയും പിമ്പിലൂടെയും വലതുഭാഗത്തുകൂടെയും ഇടതുഭാഗത്തുകൂടെയും ഗൂഢമാർഗങ്ങൾ ഒരുക്കി കെണിയിൽ വീഴ്ത്താൻ നടക്കുകയാണ്. അവനാണ് ഖുർആനിലെ ഷൈത്താൻ. അവൻ ശാരീരിക രോഗങ്ങൾ ഉണ്ടാക്കുന്നില്ല. വസൂരിയും കോളറയും ഭ്രാന്തും അപസ്മാരവും രക്തസ്രാവവും ഒന്നും ഉണ്ടാക്കുന്നത് അവന്റെ ജോലിയുമല്ല. ശാരീരിക രോഗമുണ്ടാക്കുന്ന ശൈത്താനെ കുറിച്ച് അള്ളാഹു നമുക്ക് മുന്നറിയിപ്പ് തരുന്നില്ല. ഒടിമറഞ്ഞു നടക്കുന്ന പിശാചിനെ കുറിച്ചും അള്ളാഹു പറയുന്നില്ല. തേരിന്റെ രൂപത്തിൽ മനുഷ്യനെ മുട്ടിക്കൊല്ലുന്ന പിശാചിനെ കുറിച്ചോ, പാമ്പായി മനുഷ്യനെ കൊത്തിക്കൊല്ലുന്ന പിശാചിനെ കുറിച്ചോ, ഗുളികനായി മനുഷ്യന്റെ കടുത്തു ഞെരിക്കുന്ന പിശാചിനെ കുറിച്ചോ ഖുർആനിൽ പരാമർശമില്ല. വസൂരി, കോളറ, രക്തസ്രാവം തുടങ്ങിയവയൊക്കെ ശാരീരിക രോഗങ്ങളാണ്. അത്തരം രോഗങ്ങൾ ഉണ്ടാക്കുന്ന പിശാചുക്കളെ കുറിച്ചൊന്നും അള്ളാഹു ഒരു സൂചന പോലും തരുന്നില്ല.